അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേര് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ഉടുമ്പാറ. ഓക്കെ. ഞങ്ങളുടെ മേടപ്പാറ യാത്രയുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കാണണേ. അങ്ങനെ മേടപ്പാറയ്ക്ക് പോയപ്പോൾ വണ്ടി ഇവിടെ അടുത്തുള്ളൊരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ ഇപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് മല ഇറങ്ങാം കേട്ടോ. യാത്ര തീർന്നിട്ടില്ല. മല ഇറങ്ങി വീണ്ടും വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നെക്സ്റ്റ് മലയിലോട്ട് കയറണം. അപ്പോഴേ നമ്മൾ ഉടുമ്പുപാറയ്ക്കുള്ള യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് മേളിലോട്ട് നോക്കിയേ, കാണില്ല, കുരിശ് കാണുന്നുണ്ടോ അവിടെ? അവിടെയാണ് മുമ്പ് പോയത് കേട്ടോ. എൻ്റെ പൊന്നോ, അതിൻ്റെ മുകളിലാണ് പോയിട്ട് ഇറങ്ങി വന്നത്. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. നമ്മുടെ കൂടെ നേരത്തെ ഉള്ള പോലെ ഒന്നുമില്ല, വലിയൊരു ബറ്റാലിയൻ തന്നെയുണ്ട്. നമ്മൾ ഏകദേശം ഉടുമ്പുപാറയുള്ള യാത്രയുടെ കാൽഭാഗം പിന്നിട്ടു. എല്ലാവരും പുറകിൽ വരുന്നുണ്ട്. വലിയൊരു കുഴപ്പമില്ലാത്ത വഴികളാണ്, നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന രീതി തന്നെയാണ്. കണ്ടില്ലേ, ഇനി അങ്ങോട്ട് കുറച്ച് കുത്തനെ കയറ്റമൊക്കെ. എന്നാലും നമുക്ക് മേടപ്പാറ പോയ അത്രയൊന്നും ബുദ്ധിമുട്ട് നമുക്ക് ഈ യാത്രയിൽ ഫീൽ ചെയ്യില്ല. അവിടെ ചെന്നാലും നമുക്ക് മേടപ്പാറയിൽ നിന്ന് കണ്ട പോലെ തന്നെ അതിനൊരു ചെറിയ വ്യൂ ആണ് നമുക്ക് അതവിടെ ഉള്ളത്. നല്ല രസമാണ്, നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. അവരെല്ലാം ഉണ്ട് കേട്ടോ, കുറേ വരുന്നുണ്ട്. മേടപ്പാറയുടെ നാഗൊക്കെ കുഴയുന്നു. മേടപ്പാറയുടെ അത്രയൊന്നും ഇല്ലെങ്കിലും നമുക്കിവിടെ നടക്കാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്. മോസാമിനി നമ്മുടെ ഗിംബൽ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ പ്രൈസിൽ വർത്താണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പോക്കോ X3യുടെ ഒരു ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ മനസ്സിലാവും. ഇവിടെ ചെറിയൊരു അരുവിയുണ്ട്. ഈ അരുവി കടന്ന് നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. വഴിയുണ്ട് ഇതിൻ്റെ എൻഡിൽ ഒരു ചെറിയ വീടുണ്ട്. പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റായി. 4 വീൽ വെഹിക്കിളേ ഇതിലേ കയറുള്ളൂ കേട്ടോ. പിന്നെ കുത്തനെയുള്ള കയറ്റമാണ്. അതും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കയറി പോകാം. കോൺക്രീറ്റും പാറക്കല്ലൊക്കെ ആയിട്ടാണ്. മേടപ്പാറ വെച്ച് നമ്മളിതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. 4 വീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അവിടെ നമുക്ക് റീച്ച് ചെയ്യാം. പക്ഷേ അടുത്ത് കേട്ടോ, ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പാണിത്. ശരിക്കും കുഴഞ്ഞു മടുത്തേ. ശരിക്കും മടുത്തു കേട്ടോ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കയറിയതുകൊണ്ട് ശരിക്കും മടുത്തു. സംഭവം നല്ല റോഡൊക്കെയാണ്. ഒരു ജീപ്പ് കയറി പോകുന്ന റോഡുണ്ട്. കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതെ, രാവിലെ മുതലത്തെ കയറ്റമായതുകൊണ്ടേ ആ ഒരു കയറ്റം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നടക്കാനുള്ള ആംബിയർ തോന്നി. അങ്ങനെയൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ വിശപ്പ് കണ്ണിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന പറക്കുക. പിന്നെ വേറൊരു വഴിയില്ല. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്, ഉടുമ്പുപാറയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു വീടാണ് നിലവിൽ ഇതിൻ്റെ എൻഡ്. ഇതിന് കറണ്ടൊക്കെ ഉള്ളു കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഏരിയ ആണ്.
അങ്ങനെ നമ്മൾ ഉടുമ്പുപാറ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ വ്യൂ പോയിൻറ്റിലോട്ട് എത്തിയിട്ടില്ല, നമ്മളതിന് സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ നമുക്ക് ജണ്ടയൊക്കെ കാണാൻ വേണ്ടിയില്ലേ. നമ്മൾ ഉടുമ്പുപാറയിൽ എത്തി. നമുക്കിനി കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. ചെറിയൊരു ഏരിയ, ഒരു കാട് നമ്മൾ കവർ ചെയ്യണം, എന്നാലേ കറക്റ്റുള്ള വ്യൂ പോയിൻറ്റിലോട്ട് നമ്മൾ എത്തുള്ളൂ. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കയറുകയാണ്. ഉടുമ്പുപാറ എത്തി. ജാതിക്ക് അടിപൊളിയായിട്ടുണ്ട്. കുറേ നാൾ കൂടിയാണ് കഴിക്കണേ. അപ്പോൾ നമ്മൾ ഉടുമ്പുപാറേൻ്റെ സ്റ്റാർട്ടിങ് അല്ലേ, സ്റ്റാർട്ടിങ്ങിലെത്തി. ഇനി ഉള്ളിലോട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. ഇരുണ്ട് വരുന്നുണ്ട്, മറ്റുള്ള ഒരു ചാൻസൊക്കെ ഉണ്ട്. മേടപ്പാറ കാണാൻ പറ്റാണ്ടായി, കോട കയറി മൂടി. അപ്പം നമ്മൾ ഉടുമ്പുപാറ ടോപ്പ് വ്യൂവിലെത്തി കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. എന്താ പറയുക, മേടപ്പാറേൻ്റെ അത്രയും വരത്തില്ല, പക്ഷേ ഇത് വേറൊരു വ്യൂ, സൂപ്പറാണ്. പക്ഷേ അറ്റത്തേക്ക് പോകാനൊന്നും ധൈര്യം വരുന്നില്ല, കാലൊക്കെ വിറയ്ക്കുന്നു. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. ഇതാണ് ഇതിൻ്റെ പോയിൻ്റ്, എൻഡാണിത്. ഇവിടുന്ന് താഴേക്ക് കൊക്ക. ഇതിൻ്റെ താഴെ ഇത്രയും നല്ല വ്യൂ ഉണ്ട്, ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുന്നത്. ഇവരെല്ലാവരും ഇവിടെ നില ഉറപ്പിച്ച് കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ നോക്കിയാൽ ഏകദേശം നല്ല കാഴ്ചയുണ്ട്. പക്ഷേ ഇപ്പോൾ ചെറിയൊരു മങ്ങലുണ്ട്. മുകളിൽ കണ്ടില്ലേ, കാർമേഘം ഇരുണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട്. അടുത്ത മഴയ്ക്ക് പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് സ്ഥലം പെടേണ്ടതുണ്ട്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തന്നിട്ട് നമുക്ക് വേഗം തിരിച്ചിറങ്ങണം. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഉടുമ്പുപാറ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുൽമേടാണ്. ഇതിൻ്റെ ഹൈറ്റ് സീ ലെവലിൽ നിന്ന് 2250 അടിയോളം വരുന്നതാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പൂവാറന്തോട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്താണ്. വളരെ അപകട സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ശ്രദ്ധിച്ച് കാലാവസ്ഥയുടെ സൗകര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വരികയാണെങ്കിൽ നമുക്കിത് വളരെ ഉപയോഗപ്രദമാക്കി തീർക്കാം. മഴക്കാലങ്ങളിൽ കൂടുതൽ വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അത്രയും സൈറ്റുകളോ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഒരു വ്യൂ ഒന്നും കിട്ടാത്തൊരവസ്ഥയിൽ വരുന്നതാണ്. കോട കയറി മൂടിക്കിടക്കുന്നത് കൊണ്ടും നല്ല കാറ്റുള്ളത് കൊണ്ടും പിന്നെ ഇടിവെട്ട് അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് കൂടുതൽ സുപരിചിതമായിരിക്കാം. കപ്പേള എന്ന സിനിമ കണ്ടാൽ നിങ്ങൾക്ക് വളരെ സുപരിചിതമായി ഏകദേശം ഈ ഏരിയയുടെ ഓൾമോസ്റ്റ് ഈ പൂവാറന്തോട് ഭാഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ നിൽക്കുന്ന പോയിന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ല ഏകദേശം ഫുള്ളായിട്ടും മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗവും അതുപോലെ വയനാട് ജില്ലയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെ ഒരു തടസ്സവും കൂടാതെ
വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എയറിലൂടെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഏരിയ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം കാണുവാനും ഇവിടെ നിന്ന് ഇവിടുത്തെ പ്രകൃതി രമണീയമായ ആ കാഴ്ച കാണുവാനും വേണ്ടി ധാരാളം ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ ഈ ഒരു കാലത്ത് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. കൊറോണ വൈറസിൻ്റെ ആക്രമണ കാലഘട്ടമാണ്. COVID-19 എന്ന അസുഖത്തിൻ്റെ ആ ഒരു ഭീതിയിൽ നിൽക്കുന്ന സമയത്ത് ആരും വരാതിരിക്കുന്നതാണ് നിങ്ങൾക്കും ഇവിടെയുള്ള സ്ഥലവാസികൾക്കും ഉപകാരപ്രദമായൊരു കാര്യം. ഇതൊക്കെ കഴിഞ്ഞ് ശാന്തമായി കഴിയുമ്പോൾ നിങ്ങൾ വന്നോളൂ. നിങ്ങളെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായിരിക്കും. ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളായതല്ല. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും നമ്മുടെ നാട്ടിൽ. നമ്മുടെ ചുറ്റിനും ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ, ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിട്ട് നമ്മൾ എങ്ങോട്ടൊക്കെയാണ് തേടി പോകുന്നത്. ശരിക്കും ഇതൊക്കെ എന്താ പറയുക, അത്രയ്ക്ക് മനോഹരമാണ്. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ചുറ്റിനും ഇപ്പം വീട്ടിൽ നിന്ന് ഒരു മാക്സിമം 20 കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ വരെ. അത്രയും ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ മല കയറി അത്രയും ദൂരമാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത് ശരിക്കും ഇതിനു വേണ്ടി. പിന്നെ കുറേ നടന്നു. അതിനൊക്കെ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞില്ല, ദി എൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ് മലയിൽ നിന്ന്. അപ്പോൾ ഉടുമ്പുപാറയെന്നുള്ള സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞു. പേടിയായിട്ടും പാടില്ല. പോവാന്നാ നമുക്ക്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ബൈ. പുതിയ കാഴ്ചകളുമായിട്ട് ടാറ്റാ, അടുത്ത വീഡിയോയിൽ. കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നുണ്ട് കേട്ടോ. മഴയ്ക്കുള്ള ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ താഴേക്ക് ഇറങ്ങാം. കാർമേഘമൊക്കെ മൂടി വരുന്നുണ്ട്. അപ്പം നല്ല മഴ പെയ്യാൻ തോന്നുന്നു. വേഗം തിരിച്ചിറങ്ങട്ടെ. പലപ്പോഴും നമ്മൾ മഴ പെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മേഘം മഴയായി പെയ്യുന്നത് കൺമുമ്പിൽ കാണുന്നത്. അതെനിക്ക് വളരെ ഒരു അതിശയം തോന്നിയൊരു സംഭവമാണ് കേട്ടോ. ഞാനത് വീഡിയോയിൽ പകർത്തി. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആദ്യം കോട വന്നിട്ട് അതിൻ്റെ തൊട്ട് പുറകെ ആ പാറയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അത് നനഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അങ്ങനെ മനസ്സ് തണുപ്പിച്ച ആ കാഴ്ചയുമായി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്.